സ്വാഗതം സായനാട്ട റെക്കോർഡ് വായനയിലേക്ക് ഹാർദമായ സ്വാഗതം. ഉറങ്ങുന്നതിന് മുമ്പ് ഏഞ്ചൽസിനോട് ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കുകയാണ്. ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് ഇപ്പോഴുള്ള കോറായിട്ടുള്ള പ്രശ്നം എന്താണ് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഇത് എന്ത് റിലീസ് ചെയ്താൽ കുറയും, നമ്മുടെ എന്ത് ഇമോഷൻ റിലീസ് ചെയ്താൽ കുറയും, എന്ത് ഇമോഷൻ നമ്മൾ അട്രാക്റ്റ് ചെയ്യണം, ഇത് നമ്മൾ അട്രാക്റ്റ് ചെയ്താൽ നമ്മൾ എവിടേക്ക് എത്തും എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. എന്താണ് ഇപ്പോഴത്തെ ആത്യന്തികമായിട്ടുള്ള പ്രോബ്ലം ഉറങ്ങുന്നതിന് മുമ്പ് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് 2 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ്. 2 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് നമുക്ക് പണത്തിനെ ബാലൻസ് ചെയ്യുന്നൊരു കാർഡാണ്. അതായത് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ ഓവറായിട്ട് സ്ട്രെസ്ഡ് ഔട്ടായിട്ട് നമുക്ക് ഫോക്കസ് കിട്ടുന്നില്ല. അതായത് നമ്മളിങ്ങനെ നിരന്തരം ഒരേ ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വർക്ക് ലൈഫ് ബാലൻസ്, മണി ബാലൻസ്, പല കാര്യങ്ങളും ഒരു കയ്യിൽ രണ്ട് ഇതുമായിട്ട് ജഗ്ൾ ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത്. എന്ത് ഊർജ്ജമാണ് നമ്മൾ റിലീസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് 9 ഓഫ് വോൺസ് എന്ന് പറയുന്ന ഊർജ്ജമാണ്. 9 ഓഫ് വോൺസ് എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള തിരിച്ചടികളിൽ ഭയപ്പെടുന്നൊരു വ്യക്തിയാണ്. ഈ വ്യക്തി പുറമേ കാണുമ്പോൾ വളരെ ശക്തനും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആളുമാണ്. മുന്നോട്ട് പോകാൻ കഴിവുണ്ട്, സഹിക്കാനുള്ള കഴിവുണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, സഹിക്കാനുള്ള കഴിവാണ് കർണന് ആ ശാപം മേടിച്ചു കൊടുത്തത്. കാര്യം വെച്ചാൽ കർണൻ്റെ മടിയിൽ കർണൻ്റെ പരശുരാമൻ കിടന്നുറങ്ങുമ്പോൾ വണ്ട് വന്ന് കടിക്കുമ്പോൾ നിങ്ങൾക്കറിയാലോ, ആ വേദന കടിച്ചിരുന്നതുകൊണ്ടാണ് കർണന് ശാപം കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് സഹിക്കാനുള്ള കഴിവാണ് ഇപ്പോൾ റിലീസ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. എന്താണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന എനർജിയാണ്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം കാര്യത്തിന് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തുക, നമുക്ക് ഇഷ്ടമുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങൾ കണ്ടെത്തുക, ഇഷ്ടമുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വാങ്ങുക. സത്യം പറഞ്ഞാൽ ഇന്ന് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആമസോണിൽ പോയിട്ട് എന്തെങ്കിലും ഇഷ്ടമുള്ളൊരു കാര്യം ചെറിയൊരു എമൗണ്ടിൽ വാങ്ങുക എന്നാണ് പറയാനുള്ളത്. അത് ആമസോണിൽ തന്നെ വാങ്ങണമെന്നില്ല, ഫ്ലിപ്കാർട്ടോ എവിടെ നിന്നും വാങ്ങാം, അല്ലെങ്കിൽ കടയിൽ നിന്നും വാങ്ങാം. അതായത് നമുക്ക് സന്തോഷം തരുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനാണ് പറയുന്നത്. അത് ചെയ്യുമ്പോൾ നമ്മുടെ ഊർജ്ജത്തിൽ വലിയ മാറ്റം വരും. ഇത് ചെയ്താൽ നമ്മൾ എവിടേക്കാണ് പോകുക എന്ന് വെച്ചാൽ നമുക്ക് 2 കാർഡാണ് ചാടിക്കറി വന്നത്. അതിൽ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. 3 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് 2 നിന്നും മികച്ചൊരിതാണ്. ധനം കുറച്ച് നമ്മൾ ഉണ്ടാക്കാൻ പഠിക്കും. അടുത്ത എനർജി എന്ന് പറയുന്നത് 3 ഓഫ് സോഡ്സ് ആണ്. 3 ഓഫ് സോഡ്സ് എന്ന് പറയുന്നത് നമ്മളൊരു നെഗറ്റീവ് എനർജിയുള്ള കാർഡാണെങ്കിലും ഇത് ഒഴിവാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മളിതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകുന്നുള്ളതാണ്. അതായത് കടുത്ത വേദനയെ നമ്മൾ ബ്രേക്ക് ചെയ്യും, മുന്നോട്ട് പോകുന്നുള്ള. ഈ കാർഡിന് 2 അർത്ഥമുണ്ട്. ഒന്ന് ഹൃദയം പൊളിഞ്ഞു പോകുന്നു, ഒന്ന് ഹൃദയം കൂടിച്ചേരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇതൊരു പോസിറ്റീവ് എനർജിയിൽ കാണുന്നു. ഇവിടെ ഹൃദയം കൂടിച്ചേരുന്ന എനർജിയിലാണ് നമ്മൾ കാണുന്നത്. നമ്മൾ കൂട്ടി യോജിപ്പിക്കാൻ നോക്കുന്നു. 2 ധനത്തിലേക്കും പോകുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഉറങ്ങുന്നതിന് മുമ്പ് ഇന്ന് പ്രപഞ്ചം ഈ കാർഡുകളിലൂടെ, ഈ സിംബൽസിലൂടെ താങ്കളിലേക്ക് എത്തിക്കുന്നത്. കർണൻ്റെയും പരശുരാമൻ്റെയും കഥയിൽ എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, പെട്ടെന്ന് ഓർമ്മയെന്ന് പറഞ്ഞാണ്. ഐ വിഷ് യു ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ രാവിലെ കാണാം. താങ്ക് യു വെരി മച്ച്.